നാളത്തെ ആ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു കട അടച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പട്ടിണി? നാളെ നമ്മൾ പട്ടിണി. ആർക്കെങ്കിലും 5 രൂപ കൊടുക്കാനൊക്കെ ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും ഇത്രയും വർഷമായിട്ട് ഇതുവരെ ഒരു ഹർത്താലം കൊണ്ട് ഈ സാധാരണ മനുഷ്യന് ഇവരെല്ലാം അന്നന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൽ അവരെ വീട്ടിൽ ബാക്കിയുള്ള ആ ഒരു ചെലവും കാര്യങ്ങളും പോണത്. അപ്പോൾ എന്നാൽ പോലും ഈ ഒരു ഹർത്താലം കൊണ്ട് ഈ ഒരു സാധാരണക്കാരന് ഒരു പ്ലസ് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും ഒരു ഹർത്താലം കൊണ്ട് നമ്മൾ നശിക്കുന്നതല്ലാതെ ഒന്നും നേടിയിട്ടില്ല. നേടിയിട്ടുണ്ടോ? ഒന്നും നേടിയിട്ടില്ല. അവർ വന്ന് അടയ്ക്കാൻ പറഞ്ഞാൽ അടച്ചില്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കും. ചോദിക്കാം അമ്മൂമ്മേ, അപ്പം എന്താണ് പറയേണ്ടത്? ഈ ഒരു എന്തോ പറയാനാ മക്കളെ, ഇത് തന്നെ അങ്ങേ അറ്റം കൊല്ലാക്കൊലയാ ചെയ്യുന്നു. എന്തിനിങ്ങനെ ആളുകളെ കൊന്നു തിന്നുന്നു? ഇത് ഈ കാട്ടി ഒരു കാലവും തുറക്കരുത്. ഇത് അടച്ചിട്ടിട്ട് എന്താ സാധിക്കാനാ, എന്തോ ഉണ്ടാക്കാനാ? അതായത് ഈ ഒരു ദിവസം കൊണ്ട് കട അടച്ചിട്ടിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഈ ഒരു ദിവസത്തെ അടച്ചിടുമ്പോഴത്തേക്ക് അവർക്ക് എത്ര കോടിയാ ഉണ്ടാവുമോ അവര്? ബാക്കിയുള്ളവർ പട്ടിണി കിടന്ന് ചാവും. ഉടുതുണിക്ക് മറുതുണിയില്ല, ഒരു ഗ്ലാസ് വെള്ളത്തിന് നിവർത്തിയില്ല. ഭിക്ഷപാത്രം എടുത്തോണ്ട് തെണ്ടിയാ ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇത് അടയ്ക്കുകയും കൂടെ ചെയ്താ എങ്ങനെ ജീവിക്കുവാടാ? 10, 100, 90, 75 വയസ്സുള്ളവർ എങ്ങനെ ജീവിക്കും? അപ്പൊ എങ്ങനെയാണ് നാളത്തെ ഒരു ഹർത്താൽ കൊണ്ടുള്ള ബാക്കിയുള്ള കാര്യം? ഹർത്താല് നാളെ തുടങ്ങിയ ഞങ്ങളുടെ ബിഷപ്പ് അറിയാൻ ആരുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ലോണുകളുണ്ട്, സംഘങ്ങളിൽ പണം അടയ്ക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. 500 രൂപ നാളെ കിട്ടിയ 2 ബുക്കോ പേനയോ ഒരു നേരത്തെ ഭക്ഷണമോ ഞങ്ങൾ വയ്ക്കും. മത്സ്യത്തൊഴിലാളികളെ മുടക്കിയിട്ട് ഇവരെന്തെന്ന് ചെയ്ത് ഭായ് ഹർത്താൽ हड़ताल में घूमेगा, काम है तो काम में जाएगा, पैसा मिलेगा, काम करेगा तो घर पे पैसा दिएगा, काम नहीं करेगा तो पैसा नहीं है। घर पे बात करना चाहिए, खाना का पैसा भेजना चाहिए, हर चीज़ का कमीज का पैसा भेजना चाहिए, स्कूल का पैसा भेजना चाहिए, सारा पैसा खर्च उठा कर भेजना चाहिए। काम अगर नहीं मिलेगा केरला में तो पैसा कैसे भेजेगा? बात हुआ ही बस। ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡ് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ചർച്ചയെന്ന് വെച്ചാൽ നാളെ 9-ാം തീയതി നാളെ ദേശീയ പണിമുടക്കാണ്. നമ്മളെ കേരളം മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിലൊരു ദേശീയ പണിമുടക്കാണ്. പക്ഷേ നമ്മൾ അന്നന്ന് ജോലി ചെയ്യുന്ന സാധാരണ ആൾക്കാർക്കാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ എന്താ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു കടയിലും ഇതേപോലെ നാളെ കട അടച്ചിട്ട് പറ്റുമോ എന്ന് തന്നെ വളരെ പതിവുണ്ടാകും. അപ്പോൾ ഇവരൊക്കെ അന്നൊന്ന് ചെയ്യുന്ന പണിയുടെ ഇതിലാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ അപ്പം നാളത്തെ ആ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു കട അടച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ്? പട്ടിണി. നാളെ നമ്മൾ പട്ടിണി. ആർക്കെങ്കിലും 5 രൂപ കൊടുക്കാനൊക്കെ ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും അതുപോലെ അന്ന് പോയി ജോലി ചെയ്യുന്ന വന്ന് നാടിയരി മേടിക്കാൻ വന്ന് അവന് കിട്ടുമോ? നാടിയരി കിട്ടുമോ? നാടിയരി മേടിക്കാൻ പറ്റില്ല. തുറന്നാർക്കും കൊടുത്താൽ വന്ന് അടിച്ചു പൊട്ടിക്കുക, കടയെല്ലാം അടിച്ചു പൊട്ടിക്കാൻ വരും അവിടുത്തെ അല്ലേ? അതായത് കേരളത്തിൽ ഇത്രയും വർഷമായിട്ട് ഇതുവരെ ഒരു ഹർത്താലം കൊണ്ട് ഈ സാധാരണ മനുഷ്യന് ഇവരെല്ലാം അന്നന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൽ അവരെ വീട്ടിൽ ബാക്കിയുള്ള ആ ഒരു ചെലവും കാര്യങ്ങളും പോണത്. അപ്പോൾ എന്നാൽ പോലും ഈ ഒരു ഹർത്താലം കൊണ്ട് ഈ ഒരു സാധാരണക്കാരന് ഒരു പ്ലസ് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും ഒരു ഹർത്താലം കൊണ്ട് നമ്മൾ നശിക്കുന്നതല്ലാതെ ഒന്നും നേടിയിട്ടില്ല. നേടിയിട്ടുണ്ടോ? ഒന്നും നേടിയിട്ടില്ല. അവർ വന്ന് അടയ്ക്കാൻ പറഞ്ഞാൽ അടച്ചില്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കും. അതായത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ഇപ്പൊ ഏകദേശം ഒരു 8-9 മാസം ആയെന്ന് തോന്നുന്നു ഇപ്പൊ കേരളത്തിൽ ഹർത്താൽ എന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹർത്താൽ ഇപ്പൊ പല പാർട്ടിക്കാരും ഇപ്പം എല്ലാ കടയിൽ കയറി ഇതേപോലെ കട അടച്ചേ പറ്റുമോ, അല്ലെങ്കിൽ മറ്റേങ്ങനെ ഭീഷണി കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും തുറന്നു കഴിഞ്ഞാൽ അടിച്ചു പൊട്ടിക്കുമെന്ന് പറയും. പിന്നെ അവർ വായി വരുന്ന അനാവശ്യങ്ങൾ വിളിക്കുക അതല്ലേ? അതുകൊണ്ട് ഇവിടുന്ന് എന്തോ നേട്ടം ഉണ്ടാകും മക്കളെ? നമുക്ക് ഇവിടെ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. ശരിയാ, നിങ്ങൾ അടച്ചിട്ട് എല്ലാവർക്കും നാടി അരിയും തരാം. കൊടുക്കുമോ? കൊടുക്കത്തില്ല. ഇന്ന് ജോലി ചെയ്യുന്ന 5 രൂപയുടെ ജോലി, അവൻ ഇന്ന് ഉദാഹരണത്തിന് 5 രൂപയുടെ ജോലി ചെയ്യുന്ന ആ 5 രൂപയുടെ വീട് കഴിയുന്നു. നാളെ എന്ത് ചെയ്യും അവൻ? 2 കുഞ്ഞുങ്ങളും ഉള്ളതാ. അവർക്കിങ്ങടുത്ത് പറഞ്ഞാൽ കേൾക്കുക? അവർക്ക് മനസ്സിലാവോ? ഇത് ഇല്ല. അത്രയേ ഉള്ളൂ, അല്ല വേറൊന്നും ഇല്ലത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി നേരത്തേക്ക് വിട്ടു. അതായത് സാധാരണ പണിയെടുക്കുന്ന സാധാരണക്കാരന് മാത്രമാണ് ഈ ഒരു ഹർത്താൽ കൊണ്ട് ഏറ്റവും വലിയ ദോഷമാണ്. അല്ലാതെ ഓരോ മാസശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ജോലിക്കാരും അല്ലെങ്കിൽ വേറെ ഉള്ള വൻകിട കുത്തമുതലാളി വ്യാപാരികൾ ഇവർക്കൊന്നും ഇതൊന്നും ഒരു ദിവസം അവർക്ക് ഇതൊന്നും ഒരു വലിയൊരു കാര്യമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതേപോലെ അന്നൊന്നും വിൽക്കുന്നവർക്കല്ല ഇത്. അപ്പം നമുക്കിനി അമ്മൂമ്മയോട് ചോദിക്കാം. അമ്മൂമ്മേ, അപ്പം എന്താണ് പറയേണ്ടത്? ഈ ഒരു എന്തോ പറയാനാ മക്കളെ, ഇത് തന്നെ അങ്ങേ അറ്റം കൊല്ലാക്കൊലയാ ചെയ്യുന്നു. എന്തിനിങ്ങനെ ആളുകളെ കൊന്നു തിന്നുന്നു? ഇത് ഈ കാട്ടി ഒരു കാലവും തുറക്കരുത്.
ഇത് അടച്ചിട്ടിട്ട് എന്തോ സാധിക്കാനാ, എന്തോ ഉണ്ടാക്കാനാ? അതായത് ഈ ഒരു ദിവസം കൊണ്ട് കട അടച്ചിട്ടിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഇവര് ഉണ്ടാവോ? ഈ ഒരു ദിവസത്തെ അടച്ചിടുമ്പോഴത്തേക്ക് അവർക്ക് എത്ര കോടിയാ ഉണ്ടാവുമോ അവര്? ബാക്കിയുള്ളവര് പട്ടിണി കിടന്ന് ചാവും, ഉടുതുണിക്ക് മറുതുണിയില്ല, ഒരു ഗ്ലാസ് വെള്ളത്തിന് നിവർത്തിയില്ല, ഭിക്ഷപാത്രം എടുത്തോണ്ട് തെണ്ടിയാ ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇത് അടയ്ക്കുകയും കൂടെ ചെയ്താ എങ്ങനെ ജീവിക്കുവാടാ? 10, 100, 90, 75 വയസ്സുള്ളവർ എങ്ങനെ ജീവിക്കും? അതെ, അപ്പൊ ഇവര് പറഞ്ഞ പോലെ 10, 75, 80 വയസ്സുള്ള ഈ ഇത്രയുള്ള ഒരു മധ്യവയസ്സേക്ക് ഇത്ര ഒരു ഹർത്താൽ കൊണ്ട് ദോഷമാണ്. കണ്ടില്ല, അതായത് ഒരു ദിവസം അവർ കട അടച്ചിട്ടാൽ അവർക്ക് ബാക്കി ഉള്ള ആ ഒരു നിത്യോപയോഗിക്കുന്ന മാർഗങ്ങൾ മൊത്തം തടസ്സപ്പെടും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നമ്മൾ ഇതുവരെ കേട്ടതിൽ വെച്ച് ഈ ഹർത്താൽ കൊണ്ട് ഒരു സാധാരണ ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ് അതുകൊണ്ടില്ല. കണ്ടില്ലേ, എല്ലാവരും അന്നുള്ള ഒരു ജീവിത മാർഗം വച്ചിട്ടാണ് ബാക്കി എല്ലാ ഒരു വീട്ടിലെ കാര്യങ്ങൾ എല്ലാം പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ചോദിക്കാം എന്താണ് ഇനി അവർ ഒപ്പീനിയൻസ്. അമ്മമ്മേ, അപ്പോൾ എങ്ങനെയാണ് നാളത്തെ ഒരു ഹർത്താൽ കൊണ്ടുള്ള ബാക്കിയുള്ള കാര്യം? ഹർത്താൽ നാളെ തുടങ്ങിയാൽ ഞങ്ങളുടെ ബിഷപ്പ് അറിയാൻ ആരുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ലോണുകളുണ്ട്, സംഘങ്ങളിൽ പണം അടയ്ക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. 500 രൂപ നാളെ കിട്ടിയ 2 ബുക്കോ പേനയോ ഒരു നേരത്തെ ഭക്ഷണമോ ഞങ്ങൾ വയ്ക്കും. മത്സ്യത്തൊഴിലാളികളെ മുടക്കിയിട്ട് ഇവരെന്തെന്ന് ചെയ്ത് ഇത് ഇത്ര നാളായിട്ട് ഈ ഒരു ഹർത്താൽ കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, തലയാതെ ചുമന്ന് കഷ്ടപ്പെട്ടതും കൂടി അവന്മാരെ അടിച്ചു പൊട്ടിച്ചിട്ട്. എന്നാലും കാൽനടയാ നടന്ന് കുറേശ്ശേതും കൊണ്ടുവച്ച് അന്നത്തെ വിശപ്പ് ഞങ്ങൾ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഗവൺമെൻറ്റുകാർ ഒരു സഹായവും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക്. അന്ന് എല്ലാ ലോകത്തിലുള്ള ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം നമ്മൾ കഴിയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പേ പിന്നെ കാറ്റും മഴയും വന്ന് മത്സ്യം പിടിക്കാൻ പോകണ്ടെന്ന് വിലക്കി, മത്സ്യം കച്ചവടം ചെയ്യണ്ടെന്ന് വിലക്കി. ഇവരെന്തോന്ന് ചെയ്ത്? സർക്കാർ എന്തോന്ന് ചെയ്ത്? ഞങ്ങൾ ആ ബിഷപ്പിന്റെ ത്യാഗത്തോടെയും കിടന്ന്. അതെ, അപ്പൊ ഇതൊരു ചോദ്യമാണ്. കണ്ടില്ലേ, ഈ സർക്കാർ ഈ ഒരു ഇത്രയും വലിയ ഒരു ദേശീയ പണിമുടക്കണം എന്തിനാണ് ഇത്രയും വലിയ രീതിക്ക് എല്ലാ കടകളും അടയ്ക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാം നാളെ പാടില്ലെന്ന് പറയുന്നത്? എന്തുകൊണ്ടെങ്കിൽ ആർക്കും സാധാരണക്കാരന് എന്തുകൊണ്ടെങ്കിലും അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതേപോലെയുള്ള ഒത്തിരി ആളുകൾ നമ്മൾ ചോദിച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി അടുത്തൊരു ഇൻഡസ്ട്രിയൽ സ്റ്റോറി. ഇതായി നമ്മൾ മലയാളി മാത്രമല്ല, സ്വന്തം സംസ്ഥാനം വിട്ടിട്ടും അന്യദേശ തൊഴിലാളി ഇവിടെ പണിക്ക് വരുന്നതാണ്. എല്ലാ പണിക്കും ഇപ്പോൾ അന്യദേശ തൊഴിലാണ്. കണ്ടില്ല, അവർക്കും നാളത്തെ ഒരു ദിവസം അവർക്ക് ഇതാണ്. ബൈ हड़ताल में क्या करेगा? हड़ताल में घूमेगा, काम है तो काम में जाएगा, पैसा मिलेगा, काम करेगा तो घर पे पैसा दिएगा, काम नहीं करेगा तो पैसा नहीं है। घर पे बात करना चाहिए, खाना का पैसा भेजना चाहिए, हर चीज़ का कमीज का पैसा भेजना चाहिए, स्कूल का पैसा भेजना चाहिए, सारा पैसा खर्च उठा कर भेजना चाहिए। काम अगर नहीं मिलेगा केरला में तो पैसा कैसे भेजेगा? बात हुआ ही बस. ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ പോലും അവർക്ക് അത്രയും ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്.